ഹായ് ഹലോ നമുക്കിന്നൊരു താമര എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ റോസ് കളറും പച്ച കളറും ഒരേ വലിപ്പത്തിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിട്ട് കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ റോസ് പേപ്പർ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ച പേപ്പറും മടക്കി കൊടുക്കണം. റോസ് പേപ്പർ നമ്മൾ പുറത്തേക്കാണ് ഇപ്പോൾ മടക്കി വെച്ചേക്കുന്നത്. ഇനി പച്ച പേപ്പർ എടുക്കുക, ഇതുപോലെ തന്നെ മടക്കുക. റോസ് എങ്ങനെയാണോ മടക്കിയത് അതുപോലെ തന്നെ മടക്കുക. പക്ഷേ ലാസ്റ്റ് നമ്മൾ റോസ് പുറത്തേക്കാണ് മടക്കി വെച്ചിരിക്കുന്നത്, പക്ഷെ പച്ച നമ്മൾ അകത്തേക്കാണ് മടക്കണത്. ആ ഒരു ഡിഫറൻസാണ് ഇതിലുള്ളത് കേട്ടോ. പച്ച നമ്മൾ മടക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു ലാസ്റ്റ് മടക്ക് വരുന്നുണ്ട്. ആ മടക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. റോസ് നമ്മൾ പുറത്തേക്ക് മടക്കി, പച്ച നമ്മൾ അകത്തേക്ക് മടക്കി. അതിനുശേഷം ഒരു പച്ചയുടെ മുകളിലായിട്ട് 3 റോസ് പേപ്പർ മടക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ഒരു പച്ചയ്ക്ക് 3 റോസ് പേപ്പറാണ് കണക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. 3 എണ്ണതേ വെച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരു 4 സെറ്റ് ഇട്ടാൽ അപ്പോൾ മൊത്തം 4 പച്ച പേപ്പറും 12 റോസ് പേപ്പറും വരും. അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിനെ ഒരു പൂവ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത് ആദ്യം തന്നെ കേട്ടോ. ഇനി ഇത് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കണം. റോസ് പേപ്പറിൽ നിന്ന് തുടങ്ങാം. പയ്യെ പയ്യെ നമ്മൾ എടുക്കണം. എന്താണെന്ന് വെച്ചാൽ പേപ്പർ കനം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ കീറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് കീറാതെ നമ്മൾ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ഇതളായിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവരണം. ഇതിപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ അങ്ങനെ നമ്മളാക്കാം. റോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ച നമ്മൾ എടുക്കുമ്പോൾ റോസിൻ്റെ ഇതൾ മടക്കിയതിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ മടക്കണം. അതുപോലെ അങ്ങോട്ട് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താമര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു താമരയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു താമരയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനിയും കുറേ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് സഹായിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ താമര. വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു താമരയാണ്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. പിന്നെ പേപ്പറൊക്കെ വെച്ചിട്ട് കുറേ ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും പോയി കണ്ടിട്ടില്ലെങ്കിൽ കാണുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും താങ്ക് യു.